ഹലോ, വെൽക്കം ടു ജോബി സ്റ്റോറി വേൾഡ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയുടെ ആക്ടിവിറ്റീസ് പാർട്ടാണ് കാണുവാനായിട്ട് പോകുന്നത്. ലെറ്റ് us directly move to the video. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയുടെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്കിവിടെ കാണാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? ആ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതായത് ബനിയൻ ട്രീ അവൻ്റേതാണെന്നും മറ്റുള്ളതെല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെയാണെന്നും അവൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ആ ചോദ്യം. ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ്, വീടും പരിസരങ്ങളുമെല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ അധീനതയിലും ബനിയൻ ട്രീ ഇവൻ്റെ അധീനതയിലുമാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നാണ് അത് ചോദിക്കുന്നത്. ആൻസർ ഇസ് ദിസ്: The boy said so because grandfather became very old. അപ്പോൾ അവൻ പറയാൻ കാരണമുണ്ട്. ഗ്രാൻഡ് ഫാദർ പ്രായമായി, അതുകൊണ്ടാണ് അവന് ആ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ്? He could no longer climb the old banyan tree in the garden. ഈ ഗാർഡനിലുള്ള ഈ ബനിയൻ ട്രീയിലേക്ക് കയറുവാനായിട്ട് ഗ്രാൻഡ് ഫാദറിന് സാധിക്കില്ല. Thus the old magnificent banyan tree became the boy's domain. അങ്ങനെ ഈ ബനിയൻ ട്രീ ഈ കുട്ടിയുടെ ഒരു വലിയ സ്ഥലമായി മാറി, അവൻ്റെ അധീനതയിൽപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി. അതാണ് ആൻസർ. ഈ ആൻസറുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. കാരണം പാഠഭാഗത്തോട് ബന്ധപ്പെടുത്തിയുള്ള ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിക്കുന്നത് പാഠത്തെ നന്നായി ഹൃദിസ്ഥമാക്കുന്നതിന് സാധിക്കും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ കാണാം: ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കെയിം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? അപ്പോൾ ഈ സ്ക്വിറൽ ഈ കുട്ടിയുടെ സുഹൃത്തായി മാറിയത് എങ്ങനെയാണ്? അണ്ണ എങ്ങനെ കുട്ടിയുടെ സുഹൃത്തായി മാറി? ദ സ്ക്വിറൽ ബിക്കെയിം എ ഫ്രണ്ട് ഓഫ് ദ ബോയ് ആസ് ഇറ്റ് ഫൗണ്ട് ഹിം ഹാംലെസ്. അപ്പോൾ എങ്ങനെയാണ് ഇവൻ സ്ക്വിറലിന് ദോഷമൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് സ്ക്വിറൽ ഇവൻ്റെ സുഹൃത്തായി മാറുന്നത്. ബിസൈഡ്സ് ഹി ബിഫ്രണ്ടഡ് ഇറ്റ് ബൈ ഗിവിങ് ഇറ്റ് പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. കേക്കും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ ചെറിയ പീസുകളൊക്കെ കൊടുത്ത് ഇവൻ ആ സ്ക്വിറലിനെ ഇവൻ്റെ സുഹൃത്തായിട്ട് സഹായിയായിട്ട് കൊണ്ടുവന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? അപ്പോൾ സ്ക്വിറലിൻ്റെ ഫ്രണ്ട്സ്, സ്ക്വിറലിൻ്റെ മറ്റ് സുഹൃത്തുക്കൾ, മറ്റ് അണ്ണാന്മാരൊക്കെ ഇവൻ്റെ ഈ സ്ക്വിറലിൻ്റെ ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത്? അതാണ് ചോദ്യം. വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എങ്ങനെയായി അവർ ചിന്തിക്കുന്നത്? അത് അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവരങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ മൈറ്റ് ഹാവ് തോട്ട് ഹിം ആസ് ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്. അപ്പോൾ ഇവൻ ആ സ്ക്വിറലിനെ അവർ വിചാരിക്കുന്നത്, സുഹൃത്തുക്കൾ വിചാരിക്കുന്നതാണ്, ഇവനൊരു മണ്ടനാണ്, ഈ മനുഷ്യനെ വിശ്വസിക്കുന്ന നീ ഒരു മണ്ടനാണ് എന്നാണ് വിചാരിക്കുന്നത്. ടു ട്രസ്റ്റ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന നീ മണ്ടനാണ്. ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് ട്രീറ്റ് ആനിമൽസ് ഹാറ്റ്ലെസ്ലി ഫോർ ദെയർ എവിൾ മോട്ടീവ്സ്. അപ്പോൾ അവരുടെ എവിൾ മോട്ടീവ്സിന് വേണ്ടി ഈ മനുഷ്യൻ മൃഗങ്ങളെ ഉപയോഗിക്കും. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം ഇതാണ്: ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ? അപ്പോൾ ഫിക്സ് സീസണിൽ ബനിയൻ ട്രീ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശബ്ദമുണ്ടാകുന്ന സ്ഥലമായി മാറുന്നത്? ആൻസർ ഇതാണ്: ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. അപ്പോൾ ഫിക്സ് സീസണിൽ ബനിയൻ ട്രീയിൽ നല്ല ഒരുപാട് പഴങ്ങളുണ്ടാകും. എ വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് flocked into its branches and were squabbling with each other all the time. അപ്പോൾ കുറേയധികം പക്ഷികൾ ഇതിലേക്ക് വന്ന് കൂടുകയും അവിടെ വന്ന് ഈ പഴം തിന്നുന്നതിന് വേണ്ടി വരികയും അവർ തമ്മിൽ ഉള്ള വലിയ പല പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ അത് വലിയൊരു നോയ്സിയസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുകയും ചെയ്യും. അതാണ് നാലാമത്തതിൻ്റെ ഉത്തരം. 5. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? അപ്പോൾ ആ ബോയ് എന്താണ് സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അറ്റ് ദ സ്പ്രിംഗ് സീസൺ ദ ബോയ് ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ.
അപ്പോൾ വസന്തകാലത്ത് ഈ കുട്ടി എന്ത് ചെയ്യും? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. ഒരു ട്രീയുടെ പകുതി സ്ഥലത്ത് നിന്ന് ഒരു പ്ലാറ്റ്ഫോം അവൻ ഉണ്ടാക്കും. ഓഫൺ ഈ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് റീഡിങ് ബുക്സ്. ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് അവൻ എന്ത് ചെയ്യും? പുസ്തകങ്ങൾ വായിക്കും. ആൻഡ് ലുക്കിംഗ് ഡൗൺ അറ്റ് ദ സറൗണ്ടിങ് ഏരിയാസ് നിയർ ബൈ. ആ സറൗണ്ടിങ് ഏരിയാസിലെല്ലാം പോയി അവന് ബുക്കുകൾ സറൗണ്ടിങ് ഏരിയാസ് കാണുന്നതിനും ബുക്ക് വായിക്കുന്നതിനുമായി അവൻ ആ ബനിയൻ ട്രീയെ ഉപയോഗിക്കും. ആറാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ ദ സമ്മർ? അപ്പോൾ ഏത് ഇൻസിഡൻ്റാണ് അവൻ്റെ ആ ഒരു സമ്മറിലെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഉദ്വേഗം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അവൻ്റെ ആ ഒരു ഉദ്വേഗം വർദ്ധിപ്പിച്ചത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം ഇതാണ്: വൺ ഹോട്ട് ആഫ്റ്റർനൂൺ ഹീ സോ എ മാഗ്നിഫിസൻറ്റ് ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര അണ്ടർ ദ ബനിയൻ ട്രീ. അപ്പോൾ ഒരു ദിവസം, ഒരു സമ്മറിലെ ഉച്ച കഴിഞ്ഞ് അവന് ഒരു കോബ്ര, ഒരു മൂർഖൻ പാമ്പും ഒരു കീരിയുമായിട്ടുള്ള വലിയ യുദ്ധം അവൻ കാണുകയാണ്. He saw this wonderful attack directly above them in the banyan tree. ബനിയൻ ട്രീയുടെ നേരെ മുകളിൽ നിന്നുകൊണ്ടാണ് അവനിത് കാണുന്നത്. ഏഴാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം: ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ്? അപ്പോൾ കോബ്ര എങ്ങനെയാണ് അവൻ്റെ ഒപ്പോണൻറ്റിനെ കാണുന്നത്? വേർ ദേ ട്രൂ വാരിയേഴ്സ്? അവർ യഥാർത്ഥത്തിലുള്ള വലിയ വീരന്മാരാണോ? അപ്പോൾ ഉത്തരം ഇതാണ്: ദ കോബ്ര റിഗാർഡഡ് എന്ന് പറഞ്ഞാൽ കണക്കാക്കി, ഹിസ് ഒപ്പോണൻറ്റ് മംഗൂസ് ആസ് എ സൂപ്പർ ഫൈറ്റർ. അപ്പോൾ മംഗൂസിനെ അവൻ കണക്കാക്കിയത് എന്താണ്? കോബ്ര അവനൊരു നല്ല ശക്തനായ ഒരു എതിരാളിയാണ്, ഒരു ഫൈറ്ററാണ്. കോബ്ര നോ ദാറ്റ് ഹിസ് ഒപ്പോണൻറ്റ് ഈസ് ക്ലെവർ ആൻഡ് അഗ്രസീവ്. കോബ്രയ്ക്ക് അറിയാം എന്താണ്, അവൻ്റെ ഒപ്പോണൻ്റായിട്ടുള്ള മംഗൂസ് വളരെ ക്ലെവറാണ്, ബുദ്ധിമാനാണ്, അവൻ വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്നവനാണ്. യെസ്, കോബ്ര ആൻഡ് മംഗൂസ് വെയർ ട്രൂ വാരിയേഴ്സ്. അതെ, കോബ്രയും മംഗൂസും യഥാർത്ഥത്തിൽ നല്ലൊരു വാരിയേഴ്സാണ്, വലിയ പോരാളികളാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം: ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് മംഗൂസ് പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, പാമ്പിൻ്റെ കൊത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ദ തിക്ക് ഹെയർ ഇൻ ഹിസ് ബോഡി ഹെൽപ്ഡ് ഇറ്റ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്. അപ്പോൾ അതിൻ്റെ ബോഡിയിലുള്ള വളരെ കട്ടിയുള്ള രോമ ആണ് അവനെ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ പാമ്പിൻ്റെ കൊത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ, അതാണ് ഒമ്പതാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. അവൻ്റെ ഫൈറ്റിംഗ് ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ആൻസർ ഇതാണ്: ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. അപ്പോൾ കോബ്ര ഇങ്ങനെ ഡിഫെൻസീവ് ലുക്കിലാണ് നിൽക്കുന്നത്, ഡിഫെൻസീവ് ലുക്കിൽ. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫാൾസ് മൂവ്. അപ്പോൾ മംഗൂസ് ഒരു തെറ്റായ ഒരു മൂവ്മെൻറ്റ് നടത്തണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് ഒമ്പതാമത്തെ ഉത്തരം. പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം: ദ മംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലെവർ. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്? അപ്പം മംഗൂസ് ബുദ്ധിമാനാണ് എന്നവൻ തെളിയിച്ചു. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്? അവൻ്റെ ബുദ്ധിപരമായ നീക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം തരാമോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഇതാണ്: ദ മംഗൂസ് ന്യൂ ദ മെസ്മറൈസിങ് പവർ ഓഫ് ദ കോബ്രാസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്. കണ്ണുകൾ, ഇങ്ങനെ തിളക്കമുള്ള പാമ്പിൻ്റെ കണ്ണുകൾ, അതിന് ശക്തിയുണ്ട് എന്ന് അവനറിയാം. കാരണം എന്താണ്? കീഴടക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് നോക്കുന്നില്ല. ആൻഡ് ഡെലിബറേറ്റ്ലി അവോയ്ഡഡ്. എന്ത് ചെയ്തു? അവൻ അവോയ്ഡ് ചെയ്തു ദം ബൈ മേക്കിംഗ് എ ഫിക്സഡ് ഗെയ്സ് അറ്റ് എ പോയിൻറ്റ് ജസ്റ്റ് ബിലോ ഇറ്റ്സ് ഹൂഡ്. അവൻ്റെ പത്തിയുടെ തൊട്ട് താഴെയാണ് അവന് കടിക്കേണ്ടത്, അറ്റാക്ക് ചെയ്യേണ്ടത്. ആ സ്ഥലം മാത്രം അവൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ആൻഡ് ബിഗാൻ ദ അറ്റാക്ക്. അങ്ങനെയാണ് അവൻ അറ്റാക്ക് നടത്തി. 11ാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് വെയർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? അപ്പോൾ കോബ്ര ഇങ്ങനെ അവനെ കൊത്തിയപ്പോൾ എന്താണ് ആ കാഴ്ചക്കാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. The moment the cobra struck the mongoose, the spectators such as Myna and Crow hurled themselves at it. അപ്പോൾ പെട്ടെന്ന് മംഗൂസിന് നേരെ ഈ കോബ്ര കൊത്തിയപ്പോൾ ബൈറ്റ് ചെയ്തപ്പോൾ ദ സ്പെക്ടേറ്റേഴ്സ്, മൈനയും ക്രോയും ഒക്കെ എന്ത് ചെയ്തു?
നേരെ അതിന് നേരെ ചെല്ലുകയാണ്. എന്ത്? മംഗൂസിനെ നേരെ ചെല്ലുകയാണ്. ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? കാക്ക എങ്ങനെയാണ് സ്വയം അപകടത്തിലേക്ക് ചെന്ന് ചാടിയത്? ബോത്ത് ദ മൈന ആൻഡ് ദ ക്രോ ഇൻ്റർഫിയേർഡ് ഇൻ ദ ഫൈറ്റ്. അപ്പം മൈനയും ക്രോയും എന്ത് ചെയ്തു? ഫൈറ്റിൽ ഇൻ്റർഫിയർ ചെയ്തു, ഇടപെട്ടു. ബട്ട് ദ മൈന ഫ്ലൂ ടു സേഫ്റ്റി. മൈന എന്ത് ചെയ്തു? മൈന രണ്ടുപേരും കൂടെ ചാടി അങ്ങ് ചെന്നു. പക്ഷേ മൈന രക്ഷപ്പെട്ടു, സേഫ്റ്റിയിലേക്ക് മാറി. പക്ഷേ എന്ത് സംഭവിച്ചില്ല? ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്, ബട്ട് ദ കോബ്ര സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. അപ്പോൾ കാക്ക അവിടെ നിന്ന് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും പാമ്പ് അതിനു മുമ്പേ കൊത്തിക്കഴിഞ്ഞു. ഹിസ് സ്നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി ആൻഡ് ദ ക്രോ ഡൈഡ്. അങ്ങനെ ആ പാമ്പിൻ്റെ കൊത്തിൽ എന്ത് ചെയ്തു? ക്രോ മരിച്ചു. 13ാമത്തെ ചോദ്യം ഇതാണ്, വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? അപ്പോൾ മൈന ബുദ്ധിമതിയാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ദ മൈന ഈസ് വെരി വൈസ്. മൈന വളരെ ബുദ്ധിയുള്ളയാളാണ്. ഇറ്റ് റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് ഇൻ ടു ദ ഫൈറ്റ് ബൈ വിറ്റ്നസിങ് ദ ഡെത്ത് ഓഫ് ദ ക്രോ. അപ്പോൾ അത് കാക്കയുടെ മരണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്ത് ചെയ്തു? പുറകോട്ട് മാറി. ഇറ്റ് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി റിസ്കി ഫോർ ഇറ്റ്സ് ലൈഫ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു. എന്താണ്? ഇനി ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് മൈനയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മൈന ബുദ്ധിപരമായിട്ട് പിന്മാറി. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൂ വൺ ദ ബാറ്റിൽ? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? അപ്പോൾ ആരാണ് ആ ഒരു ബാറ്റിൽ, ആ ഒരു വലിയ യുദ്ധം ജയിച്ചത്? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? എന്താണ് മൈനയെ ആ ബുഷസിലേക്ക് ഒളിഞ്ഞു നോക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്? ഉത്തരം ഇതാണ്, ദ മംഗൂസ് വൺ ദ ബാറ്റിൽ. മംഗൂസ് ബാറ്റിൽ ജയിച്ചു, പാമ്പിനെ കൊന്നു, കോബ്രയെ കൊന്നു. ഇമീഡിയറ്റ്ലി മൈന പിയേർഡ് ഇൻ ടു ദ ബുഷസ്. പെട്ടെന്ന് തന്നെ, പെട്ടെന്ന് മൈന എന്ത് ചെയ്തു? ആ ബുഷസിലേക്ക് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. ടു എൻഷുർ ദ ഡെത്ത് ഓഫ് ദ കോബ്ര. എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക, മൂർഖൻ പാമ്പിൻ്റെ മരണം ഉറപ്പാക്കാൻ വേണ്ടി അങ്ങോട്ട് നോക്കി. വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടൈമിങ് ദ മംഗൂസ്? 15ാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടൈമിങ് ദ മംഗൂസ്? ആ മംഗൂസിനെ, കീരിയെ മെരുക്കി ഒരു ഡൊമസ്റ്റിക് കീരിയാക്കി മാറ്റുവാനായിട്ട്, അതായത് വളർത്തു കീരിയാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഇതാണ്, ഗ്രാൻഡ് ഫാദർ ഡിഡിൻ ട്രൈ ടു ടൈം ദ മംഗൂസ്. ഗ്രാൻഡ് ഫാദർ അതിനെ മെരുക്കാൻ ശ്രമിച്ചില്ല. കാരണം എന്താണ്? ബിക്കോസ് ഹീ ന്യൂ വെൽ ദാറ്റ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അതായത് ഒരു വൈൽഡ് മംഗൂസാണ്, വന്യമൃഗമായി ജീവിക്കുന്ന ഒരു മംഗൂസാണ്, കിരിയാണ് നമ്മൾ വളർത്തു കിരിയേക്കാളും നല്ലതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വൈ വുഡ് ഗ്രാൻഡ് ഫാദർ ഫൊർഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? അപ്പോൾ അവൻ ഇടയ്ക്ക് വന്ന് മുട്ട മോഷ്ടിക്കുന്ന കാര്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അവൻ മോഷ്ടിക്കുന്ന മുട്ട അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുവെങ്കിലും ഗ്രാൻഡ് ഫാദർ അവനോട് ക്ഷമിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ്. ഗ്രാൻഡ് ഫാദർ വുഡ് ഫൊർഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ് ആസ് ലോങ് ആസ് ഇറ്റ് കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. പാമ്പിനെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതിനോട് ക്ഷമിക്കുകയാണ്. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? ആരാണ് സ്ക്വിറലിൻ്റെ പുതിയ സുഹൃത്ത്? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? അവരെങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് ആസ്വദിച്ചത്? ആൻസർ, ദ വൈറ്റ് റാറ്റ് വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ. അപ്പോൾ വൈറ്റ് റാറ്റാണ് ആ സ്ക്വിറലിൻ്റെ സുഹൃത്ത്. ദേ എൻജോയ്ഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ബൈ ഗോയിങ് ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. അപ്പോൾ ഈ ബ്രാഞ്ചസിലൂടെ എല്ലാം ഇങ്ങനെ ചാടിച്ചാടി നടന്നാണ് അവർ ആ ഒരു സൗഹൃദം എൻജോയ് ചെയ്തത്. വിൽ മൂവ് ടു ദ 18th ക്വസ്റ്റ്യൻ. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിങ് എ നെസ്റ്റ്? അപ്പോൾ എങ്ങനെയാണ് ആ ബോയ് തിരിച്ചറിഞ്ഞത് ഈ സ്ക്വിറൽ ഒരു കൂട് ഉണ്ടാക്കുവാനായിട്ട് പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞത്? വെൻ ദ ബോയ്സ് ഫൗണ്ട് സം സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട് ഫ്രം ഹിസ് പോക്കറ്റ്സ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് പതുക്കെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത് ഇവൻ പതുക്കെ എന്താണ് ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമമാണ്. ഹി കെയിം ടു നോ ദാറ്റ് സ്ക്വിറൽ വാസ് ബിൽഡിങ് എ നെസ്റ്റ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് വാസ് ദ വണ്ടർ ദറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? ആ കൂട്ടിൽ പ്രകൃതി ഒരുക്കി വെച്ച അത്ഭുതകരമായ അത്ഭുതം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം ഇതാണ്, ദേ ഡിസ്കവേർഡ് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ്.
അവരവിടെ 3 ബേബി സ്ക്വിറൽസിനെ അവർ വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു. ഇറ്റ് വാസ് ലൈക്ക് എ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം. അത് പ്രകൃതി അവർക്ക് മുമ്പിൽ ഒരുക്കി വെച്ച വലിയൊരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി 1 കാണാൻ പറ്റും. അവിടെ ഒരു ആൽമരം കാണാം അല്ലേ. അപ്പോൾ അവിടേക്കുള്ള ഉത്തരങ്ങളാണ് ഇനി പറയുവാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക. 2 ഉത്തരങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ ആദ്യം ഈ കർസർ മൂവ് ചെയ്ത് നോക്കുക. ഇവിടെ ഈ കോളത്തിൽ നിങ്ങൾ ഗ്രാൻഡ് മദർ എന്നെഴുതുക. ഒരു ഹൈഫൻ ഇട്ടതിന് ശേഷം വൈസ് ഓൾഡ് ലേഡി എന്നെഴുതുക. ഗ്രാൻഡ് മദർ വൈസ് ഓൾഡ് ലേഡി, അതാണ് ഇവിടുത്തെ ഉത്തരം. ഇവിടെ നമുക്ക് വരുന്നത് സ്ക്വിറൽ ഹൈഫൻ ഇട്ടിട്ട് ഫ്രണ്ട്ലി എന്ന് എഴുതുക. സ്ക്വിറൽ എന്ന് എഴുതുന്നു, ഹൈഫൻ ഇട്ടിട്ട് ഫ്രണ്ട്ലി എന്ന് എഴുതുന്നു. ഇനി ഇവിടെ ഈ താഴത്തെ ഈ കോളത്തിൽ ദ ബോയ് എ ലവർ ഓഫ് നേച്ചറിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു റൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് റെഡ് ബോട്ടംഡ് ബുൾബുൾ ഹൈഫൻ ചിയർഫുൾ ആൻഡ് ഗ്രീഡി എന്നാണ് എഴുതേണ്ടത്. ഒന്നുകൂടെ പറയാം, റെഡ് ബോട്ടംഡ് ബുൾബുൾ ഹൈഫൻ ചിയർഫുൾ ആൻഡ് ഗ്രീഡി. ഇനി നമുക്ക് ഇവിടെ ഈ കോളത്തിൽ, ഈ കർസർ നീങ്ങുന്ന ഈ കോളത്തിൽ നിങ്ങൾ നോക്കുക. അവിടെ എഴുതേണ്ടത് റോസി പാസ്റ്റേഴ്സ്, ROSYPASTORS, റോസി പാസ്റ്റേഴ്സ്, 2 വാക്കാണ്. ഹൈഫൻ ഗോസിപ്പിംഗ് എന്നാണ് അവിടെ ഉത്തരം എഴുതേണ്ടത്. ഇവിടെ ഈ കോളത്തിൽ അവിടുത്തെ ലാസ്റ്റ് റൗണ്ടാണ്. ആ റൗണ്ടിലേക്ക് നിങ്ങൾ എഴുതേണ്ടത് കോബ്ര ഹൈഫൻ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് മെയിൻ ഇവൻറ്റ്സിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ഇവൻറ്റ്സ് എഴുതാനായിട്ട് നമുക്കവിടെ ഒരു 2 കോളം ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. ഒരു കോളത്തിൽ നമ്മൾ ഉത്തരം അവിടെ കിടപ്പുണ്ട്. ബാക്കി 2 കോളങ്ങളിലേക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. നിങ്ങളിപ്പോൾ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് എഴുതാം ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര എന്നാണ് ഈ കോളത്തിൽ. ഇവിടെ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഇവിടെ എഴുതേണ്ടതാണ് ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഇവിടെ ലാസ്റ്റ് സ്ക്വയർ ഷേപ്പിലുള്ള സ്ഥലത്ത് എഴുതേണ്ടത് ദ ഇൻ്റർഫിയറൻസ് ഓഫ് എ മൈന ആൻഡ് എ ക്രോ ഇൻ ദ ബാറ്റിൽ എന്നാണ്. ഒന്നുകൂടെ പറയാം, ദ ഇൻ്റർഫിയറൻസ് ഓഫ് എ മൈന ആൻഡ് എ ക്രോ ഇൻ ദ ബാറ്റിൽ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അത്രയും എഴുതുമ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ആദ്യത്തെ പാർട്ടുകളെല്ലാം തീരും. പിന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഭാഗം കൂടി എഴുതിയാൽ നമുക്കിവിടെ പൂർത്തിയാക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. The house and grounds of Ruskin Bond's home in India. ഒന്നുകൂടെ പറയാം. The house and grounds of Ruskin Bond's home in India, comma, the magnificent old banyan tree, comma, the small platform built on the banyan tree. ഇത്രയുമാണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇത്രയുമാണ് സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം. The house and grounds of Ruskin Bond's home in India, comma, the magnificent old banyan tree, comma, the small platform built on the banyan tree. ഇത്രയുമാണ് ആക്ടിവിറ്റി 1 നമ്മൾ കാണുന്നത്. നമുക്ക് ആക്ടിവിറ്റി 2 നിങ്ങൾക്കിവിടെ പുസ്തകത്തിൽ നിങ്ങൾക്കിത് കാണാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചോദ്യം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. The boy was very much thrilled by his acquaintance with the squirrel. He writes a letter to his friend telling him about his new friend. Help him complete the letter എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇതാണ് ഉത്തരം. നിങ്ങൾക്കത് എഴുതിയെടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ലെറ്റർ എന്ന് നമ്മൾ എഴുതുന്നു. ഇവിടെ IV കോട്ടേജ്, ലാൻഡോർ കാൻഡ്, ഡെറാഡൂൺ എന്നെഴുതുന്നു. അതിനുശേഷം 28 April 1997. Dear Shravan, hope you are enjoying your vacation there. Dear Shravan, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണെന്ന്. I also have the same here at my grandfather's house. ഗ്രാൻഡ്ഫാദറിൻ്റെ വീട്ടിൽ ഞാനും അത് എൻജോയ് ചെയ്യുകയാണ്. It is a magnificent place to enjoy vacation. ഇതൊരു വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് എൻജോയ് ചെയ്യുവാനായിട്ട്. It is a magnificent place to enjoy vacation because it is an eco-friendly atmosphere. അപ്പോൾ ഇത് പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടം നന്നായി ഒരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. Here I got a new friend. ഇവിടെ എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി. Can you guess who it is? നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അതാരാണെന്ന്? It is a small squirrel. ഇതൊരു ചെറിയ സ്ക്വിറലാണ്, ഒരു അണ്ണാനാണ്. At first it was indifferent to me. ആദ്യം അവൻ എന്നോട് അടുത്തില്ല.
But when it found that I am not harmful, the squirrel slowly acquainted with me while I was reading books. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പതുക്കെ അവൻ എൻ്റെ അടുത്ത് വന്നു. It will come to me and sit in my shoulder to express this gratitude for the biscuits that I have given to. ഞാൻ അവന് ബിസ്ക്കറ്റുകളൊക്കെ കൊടുത്തപ്പോൾ അവൻ പതുക്കെ വരികയും എൻ്റെ അടുത്ത് ഇരിക്കുകയും ഒക്കെ ചെയ്തു. Dear friend, I am so excited to play with my cute little friend. ഈ ലിറ്റിൽ ഫ്രണ്ടുമായി കളിക്കുന്നത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. I pray to God not to complete the vacation. വെക്കേഷൻ തീർന്നു പോകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Hope to meet you soon. നിന്നെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. If you are interested, please come to Dehradun to enjoy this lovely place. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെറാഡൂണിൽ വന്ന് ഈ സുന്ദരമായ പ്രദേശത്ത് താമസിക്കാം. Let me conclude my letter. Yours lovingly, SD. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. ആക്ടിവിറ്റി പുസ്തകം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ആക്ടിവിറ്റി പുസ്തകത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ചോദ്യമുള്ളെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് കോളംസ് പൂരിപ്പിക്കുവാനായിട്ട് ഉണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അവിടെ ചോദ്യം ഇതായിരുന്നു: വാച്ചിങ് ദ നേച്ചർ അറൗണ്ട് അസ് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. The boy in the story narrates certain features of a few animals. List them out. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഉത്തരം ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കി എഴുതിയെടുക്കുക. The snake was huge and black. It was a skilled and experienced fighter. It could move swiftly and strike with the speed of light. Its forked tongue and darted in and out. Its forked tongue darted in and out. It swayed slowly from side to side and tried to mesmerize. അതാണ് ഒന്നാമത്തെ എഴുതേണ്ടത്. രണ്ടാമത്തെ ഇതാണ്: The mongoose was grey in color and 3 feet long. It was a superb fighter, clever and aggressive. It refused to meet the glassy and winking eyes of the snake. It bushed its tail. It attacked the cobra on the back and fixed the point just below its hood. It made a feint to one side. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോവാണ്. ആക്ടിവിറ്റി 4. The boy was thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. അപ്പോൾ ഈ ഫൈറ്റ് സീൻ നിങ്ങളുടെ വാക്കിൽ എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. The great fight between cobra and mongoose. The boy was sitting on the platform halfway up the tree. അപ്പോൾ ആ ബോയ് എന്താണ്, ഒരു പ്ലാറ്റ്ഫോമിൽ ഹാഫ് വേ അപ്പ് ദ ട്രീയിൽ ഇരിക്കുകയാണ്. സഡൻലി ഹീ സോ വൺ കോബ്ര കമ്മിങ് ഔട്ട് ഓഫ് ദ ബുഷ്. പെട്ടെന്ന് അവൻ എന്താണ്, ഒരു കോബ്ര ഇങ്ങനെ ബുഷിലിനിടയ്ക്കുന്ന് കുറ്റിക്കാട്ടിനിടയ്ക്കുന്ന് വരുന്നത് കണ്ടു. ഹി വാസ് ലിറ്റിൽ ബിറ്റ് ഫ്രൈറ്റൻഡ്. അവൻ ഇച്ചിരി പേടിച്ചു. But when he looked at the movement of the cobra, at once a mongoose appeared in front of the cobra and they started a grievous fight. അപ്പോൾ അവരൊരു വലിയ ഫൈറ്റ് അവിടെ നടത്തി. The fight was an exciting one. അപ്പോൾ ആ ഫൈറ്റ് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. The boy knew very well that both of them were aggressive and clever, but the only question in his mind is that who will win. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യമായിരുന്നു, ആര് വിജയിക്കുമെന്ന്. It is sure that the loser will die. അപ്പോൾ പരാജയപ്പെടുന്നവൻ മരിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അറ്റ് ഫസ്റ്റ് ദ കോബ്ര സ്ട്രക്ക്. ആദ്യമായിട്ട് കോബ്രയാണ് ആക്രമിച്ചത്. ബട്ട് ദ മംഗൂസ് അവോയ്ഡഡ് ഇറ്റ്. മംഗൂസ് അത് ഒഴിവാക്കിപ്പോയി. ആൻഡ് ബിറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. സ്നേക്ക് പാമ്പിൻ്റെ പുറകിൽ പോയി കടിച്ചു, പുറത്ത് പോയി കടിച്ചു. ദെൻ കോബ്ര ഇൻ ടേൺ ഡാർട്ടഡ് എവേ ഔട്ട് ഓഫ് റീച്ച്. കോബ്ര എന്ത് ചെയ്തു, അവൻ്റെ ആക്രമണത്തിൽ നിന്ന്, മംഗൂസിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ് ദ കോമ്പാറ്റൻറ്റ്. കോബ്ര ഒന്നുകൂടി ഒന്ന് സ്ട്രക്ക് ചെയ്ത് നോക്കി, പക്ഷേ അവൻ്റെ ശത്രു അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആഫ്റ്റർ എ ലോങ് ടൈം ദ കോബ്ര വാസ് വീക്കനിങ്. കുറേ കഴിഞ്ഞപ്പോൾ കോബ്ര ക്ഷീണിച്ചവശനായി. ദ മംഗൂസ് വിഗറസ്ലി ടുക്ക് ഇറ്റ് ബൈ ദ സ്നൗട്ട്. അപ്പോൾ അതിൻ്റെ വായിൽ അത് കടിച്ചെടുക്കുകയാണ്. ദ കോബ്ര റിത്ത്ഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. പേടിച്ചരണ്ട് അതിന്ന് കുറയാനൊക്കെ നോക്കി. ഇറ്റ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ് ബട്ട് ഓൾ ഇൻ വെയിൻ. മംഗൂസിനെ ഒന്ന് ചുറ്റി വരിയാൻ നോക്കി, പക്ഷേ അതെല്ലാം വൃഥാവിലായി മാറി. വെയിൻ, പാഴായിപ്പോയി. VIN. The mongoose hung grimly on until the snake had ceased to struggle. അതായത് പാമ്പിനെ കടിച്ചത് കൊന്നു. അതുവരെ അത് ബാക്കി. അത് അതിൻ്റെ അഗ്രസീവ് നേച്ചർ കാണിച്ചു. ഇറ്റ് then THEN എന്നാണ് അവിടെ വരേണ്ടത്. ഇറ്റ് then smelt it and gripped around the hood and dragged it into the bushes. അതിനെ വലിച്ച് ബുഷസിലേക്ക് കൊണ്ടുപോയി. A crow and the myna were present there to watch this fight. മൈനയും ക്രോയും അവിടെ ഇത് കാണുവാനായിട്ടുണ്ടായിരുന്നു.
They tried to interfere in the fight, which led to the sad death of Crow, whereas the Myna was very clever to avoid the danger to intervene in the matter. At last, Myna congratulated the mongoose for his victory over the cobra. Cobraയെ മൈന അഭിനന്ദിച്ചു. ആക്ടിവിറ്റി 5ലേക്ക് നമ്മൾ പോവാണ്. And amongst the wool were the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels. If he scribbled down this unforgettable sight in his diary, how would it be? ഡയറി ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഡയറിയുടെ ഫോമാണ് കാണിച്ചിരിക്കുന്നത്. മാർവലസ് സ്ക്വിറൽസ് എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. ഇറ്റ്സ് എ സർപ്രൈസ് ടു സീ വൈറ്റ് സ്ക്വിറൽസ്. I can't believe my eyes. White baby squirrels. When I reported it to grandfather, he was also surprised to see this amazing wonder of nature. Grandfather told me that white rat is the father of this white squirrels because they are of same species. Nature is a wonderful place. Sometimes it creates wonders. അതാണ് ഡയറി. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6ൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 6ലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ തന്നിരിക്കുകയാണ്. ആ ചിത്രങ്ങൾ ഒരു നിഴൽ ചിത്രങ്ങളാണ്. ആ നിഴൽ ചിത്രങ്ങളിലൂടെ നിങ്ങൾ അതിൻ്റെ താഴെ എഴുതണം. അതിൻ്റെ ആ ഒരു ഫൈറ്റ് എന്തായിരുന്നു, അതിൻ്റെ ഭാഗം എന്തായിരുന്നു എന്നുള്ളത് എഴുതുവാനായിട്ടാണ് പറയുന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് നേരിട്ട് പോവുകയാണ്. അവിടെ ആദ്യത്തെ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ബി എന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ബി ഇതാണ് എഴുതേണ്ടത്. ദ ബോയ്സ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ ആൻഡ് സ്റ്റാർട്ടഡ് ടു സ്പെൻഡ് ഹിസ് ലീഷർ ടൈം ഇൻ ദ ആഫ്റ്റർനൂൺസ് ഇൻ റീഡിങ്. അതാണ് ആ രണ്ടാമത്തെ ചിത്രത്തിൽ എഴുതേണ്ടത്. സി വൺ ഡേ വൈൽ ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ട്രീ ഹി കെയിം ടു സീ എ ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് മംഗൂസ്. അപ്പോൾ ഒരു ദിവസം ഇവനിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം എന്താണ് കോബ്ര മംഗൂസ് തമ്മിലുള്ള ഫൈറ്റ് കാണുകയാണ്. ക്രോ ആൻഡ് മൈന വെയർ ദ സ്പെക്ടേറ്റേഴ്സ് ഓഫ് ദ ഫൈറ്റ് ആൻഡ് വെൻ ദ കോബ്ര സ്ട്രക്ക് ബോത്ത് ഓഫ് ദം ഹെൽഡ് ദംസെൽഫ് അറ്റ് ഹിം ഓൺലി ടു കൊളീഡ് ഹെവിലി ഇൻ ദ മിഡ് എയർ. അടുത്തത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫൈറ്റ് ദ മംഗൂസ് വൺ ആൻഡ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻ ടു ദ ബുഷ് ബൈ ഹോൾഡിംഗ് ഇറ്റ്സ് ഹൂഡ്. ഐ തിങ്ക് ദർ ഇസ് നോ നീഡ് ഓഫ് എനി എക്സ്പ്ലനേഷൻ ഇൻ മലയാളം. ഇതെല്ലാം നമ്മൾ പാഠഭാഗത്ത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. അവിടെ ആൻസറിലേക്ക് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ്. സമയം കൂടുതൽ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇയിൽ വരുന്നത് അടുത്ത ഇ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന അടുത്ത ചിത്രത്തിൽ വരുന്നത് then one day grandfather brought a white rat from bazaar and it became a friend of the squirrel in the tree. Okay, എഫ് എന്ന് പറഞ്ഞത് for his surprise one day when he looked in the nest of the squirrel he could see 3 white baby squirrels. It was the first time that he saw white squirrels. ആക്ടിവിറ്റി 7 നിങ്ങളുടെ ഒരു ഹോംവർക്കായിട്ട് ഞാൻ തന്നിരിക്കുകയാണ്. ആ ആക്ടിവിറ്റി 7 എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ആക്ടിവിറ്റി 7 ഇതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. എ സിംഗിൾ ബനിയൻ ട്രീ ക്രിയേറ്റ്സ് സച്ച് ബ്യൂട്ടി ആൻഡ് ഹാർമണി. ഹൗ വിൽ ഇറ്റ് ബി ഇഫ് യു ഹാവ് സച്ച് ബ്യൂട്ടി എവറിവെയർ? വാട്ട് ഷുഡ് വി ഡു ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ? ഡിസ്കസ്. പ്രിപ്പയർ എ ഡിജിറ്റൽ പോസ്റ്റർ ഓൺ ദ തീം കൺസർവേഷൻ ഓഫ് നേച്ചർ. സോ ആക്ടിവിറ്റി 8ലേക്ക് നമ്മൾ പോകണം. ആക്ടിവിറ്റി 8ൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതുപോലെ പിക്ചറുകൾ കൊടുത്തിട്ട് ഇഷ്യൂ, അതിൻ്റെ വാട്ട് ഈസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് എന്നൊക്കെയാണ് എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റി 8 ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ പോർട്രേസ് ദ happy childhood of the writer blended with enchanting nature. Can the future generation enjoy such a beautiful life? Analyze the following pictures and identify the environmental issues portrayed in them. ഒന്നാമത്തെ ഇഷ്യൂ ഡീഫോറസ്റ്റേഷൻ ആണ്. വാട്ട് ഈസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് ഓൺ ദിസ്? What is the dreadful impact of this is ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. Soil erosion and flooding, destruction of homelands, increased greenhouse effects, increased greenhouse gases, reducing the level of water in the atmosphere, loss of habitat for birds and insects. I'm moving a little bit faster. Sorry for that. Increase of plastic waste. How will this affect the environment? Prevents the easy flow of waterways, pollutes the easy flow of waterways, pollutes oceans and destroys sea life. Plastic destroys every creature, including human being. Next issue is global warming. What are the reasons and consequences? Increased temperature causes melting of ice on the mountains, increase in extreme weather events, severe droughts in many areas, rise of seawater. Next is, let us learn about words. It's in page number 20.
Pick out the words and phrases used to describe the fight of each warrior. Snake and mongoose. I hope that you can write it here from directly from this video. Moved swiftly, made a feint to one side. Struck with speed of light, darted swiftly. Forked tongue darting in and out, refused to meet the glassy and winking eyes of the snake, bushed his tail. Swayed slowly from side to side, attacked the snake on the back. Tried to mesmerize the mongoose, fixed at the point just below the cobra's hood. So next activity, read the sentences given below. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting him. He was a very young squirrel, and his friends and relatives probably thought him unruly and silly for trusting a human. Both these sentences mean almost the same. അപ്പോൾ ഈ സെൻറ്റൻസുകൾ രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ the words in italics in the first sentence have been replaced with their synonyms in the second sentence. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് വെച്ച് അടുത്ത സെൻറ്റൻസിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ടു മേക്ക് എ ഡിഫറൻസ്, ഒരു വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റീറൈറ്റ് ദ പാസേജ് യൂസിങ് ദ സിനോണിംസ് ഓഫ് ദ വേർഡ്സ് അണ്ടർലൈൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ വാക്കുകളിലെ ഒരു സിനോണിം വെച്ച് ചെയ്യാനാണ്. ഞാൻ അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ just simply write that in the spring when the banyan tree was full of small എന്നുള്ളതിന് പകരം നമുക്ക് tiny ഉപയോഗിക്കാം. Red figs, birds of all kinds would flock. അവിടെ നമുക്ക് gather ഉപയോഗിക്കാം. Into its branches, the red-bottomed bulbul, cheerful and greedy, അതിൻ്റെ ബ്രാക്കറ്റിൽ insatiable എന്ന് ഉപയോഗിക്കാം. Gossiping, അവിടെ നമുക്ക് blathering ഉപയോഗിക്കാം. Rosy pastures and parrots and crows, squabbling with each other all the time during the fig season. The banyan tree was the noisiest, അവിടെ നമുക്ക് loudest ഉപയോഗിക്കാം. Place on the road, ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് വ്യത്യസ്തമായ വാക്കുകൾ, സിനോണിമുകളാണ്. അത് വെച്ച് നമുക്കത് റീറൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. Now read the following sentences. He had never trained taming it because a wild mongoose was more useful than a domesticated one. What function do the underlined words perform in this sentence? അപ്പോൾ അവിടെ നമ്മൾ ദേ ക്വാളിഫൈ ദ നൗൺ മംഗൂസ് ആ നൗണിനെ ക്വാളിഫൈ ചെയ്യുകയാണ്. അതായത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ്, അഡ്വേർബൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ചെറിയ ക്ലാസ്സുകളിൽ ഇതെല്ലാം വ്യക്തമായി പഠിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ കടക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് വേർഡ് കാർഡ്. അവിടെ ഒരു വേർഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വേർഡ് ഇതാണ്. വേർഡ് ഫൂളിഷാണ്, കാറ്റഗറി അഡ്ജക്റ്റീവാണ്, സിനോണിംസ് സില്ലി, സ്റ്റുപ്പിഡ്, ഇഡിയോട്ടിക്, വിറ്റ്ലെസ്, ഇതൊക്കെ അതിൻ്റെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപദമാണ്, അത് വൈസാണ്. സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് സിനോണിംസ്, ഈസ് എ ഫൂളിഷ് ഫെലോ. സെൻറ്റൻസ് യൂസിങ് ദ ആൻറ്റോണിം, ഈസ് എ വൈസ് മാൻ. ഇത് ഒന്നും വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. An activity with the word, make meaningful words by suffixing or prefixing the word. Example, foolish. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് make meaningful words by suffixing or prefixing the word foolishness. foolishness എന്ന് പറഞ്ഞ വാക്ക് വെച്ച് നിങ്ങൾ ഇത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. Prepare more word cards by picking words from the lesson. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. I hope that you have enjoyed my today's class. I tried my level best to give you maximum at minimum time, and that's why when I started reading and explaining in the activities, it became much faster, you know. കുറച്ച് സ്പീഡിൽ ഞാൻ പറയേണ്ടി വന്നു. അത് അല്ലാതെ നമുക്ക് മാർഗമില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. I hope that you have enjoyed my video. Thank you very much for watching my video and sharing and subscribing to my channel. If you are visiting for the first time, just go through my first, second and third part videos of part 1, part 2, part 3 of Standard 10 Adventures in a Banyan Tree. I have discussed there in detail, and if you have any comments and suggestions, please comment on the comment box, and we will meet in the next video in the next lesson. I hope that we will meet there, and please stay safe at your home. And thank you very much. And it's Joby Matthew Thakethil signing off from Joby Story World. Thank you very much. If you are first visitor to this channel, try to subscribe my channel and share the link with your friends and family members. Thank you very much. Thank you very much. Goodbye. Stay tuned.